ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഷായ്മോൻ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഷൂ ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ചായയുടെയൊക്കെ നമ്മൾ നേരത്തെ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് ചെറിയൊരു വിഷമമുണ്ട്, കാരണം അവൻ്റെ ഫ്രണ്ടൊന്നും നാട്ടിലില്ല. അവരൊക്കെ വീട്ടിൽ പോയിട്ടാണുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗം എന്ന് പറഞ്ഞത് അങ്ങനെ ആരും ഒരുപാട് ഒച്ച അനക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു രസമാണ്. നമ്മൾ ഒത്തൊരുമിച്ച് എന്താ പറയുക ആഘോഷിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ മാത്രമായതുകൊണ്ട് നമുക്കൊരു പെരുന്നാളിൻ്റെ ഒരു വൈബൊന്നും അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ പള്ളിയിൽ നിന്ന് തക്ബീർ അടിക്കുന്നുണ്ട്. അപ്പോൾ തക്ബീറിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ എന്തായാലും പെരുന്നാളിൻ്റെ ഒരു സന്തോഷമൊക്കെ നമുക്ക് മനസ്സിലെത്തും. അപ്പോൾ ഉമ്മാൻ്റെയും ഇഫോൻ്റെയും ഡ്രസ്സ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഫോ നിന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഷായ്മൻ്റെ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇഫ്കുട്ടി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടു. മുടിയെല്ലാം ഒന്ന് കെട്ടി കൊടുക്കണേനെ. അപ്പോൾ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഇഫോൻ്റെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. തറവാട്ടിലേക്ക് പോവുകയാണ്. ഇഫുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ആ ഭാഗത്താണ് കേട്ടോ. നമ്മൾ ഈ ഭാഗത്ത് അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും നമ്മുടെ വീട്ടിൻ്റെ ഭാഗത്താണ്. പിന്നെ ഞാനും അമ്മയും പെരുന്നാൾ നമസ്കാരമൊക്കെ നിസ്കരിച്ചു. ഉസ്താദെല്ലാം മയക്കത്തിലെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെയ്പ്പത്തിലും ബീഫ് കറി ആയിരുന്നു. അപ്പോൾ നെയ്പ്പത്തിൻ്റെ അരിയൊക്കെ ഞാൻ രാവിലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറി കുറച്ച് കട്ടിയിലായിരുന്നു. കുറച്ച് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിയാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബീഫായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ ഒരു പുഡിങ്ങും കൂടി റെഡിയാക്കുന്നുണ്ടായിരുന്നു. തലേന്ന് രാത്രിയാണ് എപ്പോൾ പുഡിങ് ഉണ്ടാക്കല്. പക്ഷേങ്കിൽ ഇന്നലെ പാല് വരുന്നതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പാല് വാങ്ങിയിട്ട് പെട്ടെന്നൊരു പുഡിങ് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നെയ്പ്പത്തിലും ഒരു ഭാഗം ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അയൽവാസികൾക്കൊക്കെ നമ്മൾ നെയ്പ്പത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടോടെ തന്നെ കൊടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മുടെ നെയ്പ്പത്തിലും ബീഫൊക്കെ കഴിച്ച് കുറച്ച് ഞാൻ അവിടെ ഇരുന്ന് ഫോണൊക്കെ നോക്കിയപ്പോൾ ഈ ഒരു ന്യൂസായിരുന്നു കണ്ടത് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. റഹീമിൻ്റെ ഉമ്മയൊക്കെ സന്തോഷിക്കുന്ന ഒരു നിമിഷം, വളരെ സന്തോഷമായി. നല്ലൊരു മൊമെൻ്റായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മുടെ പുഡിങ്ങും അടിപൊളിയായി സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രീസറിലായിരുന്നു കയറ്റിയത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു. സിമ്പിൾ മാംഗോ പുഡിങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല കാലാവസ്ഥയാണ് പുറത്ത്. നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് പുഡിങ്ങെല്ലാം കൊടുത്ത് അവരെ സന്തോഷമായിട്ട് യാത്രയാക്കി. അതിനിടയിൽ ഇക്കാക്കിയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബിരിയാണീൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. ഉള്ളിയൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുക്കറിൽ മസാലയൊക്കെ ആക്കി ദം ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. കുറച്ച് ബിരിയാണി മാത്രം ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കിലോ അരിൻ്റെ ബിരിയാണി മാത്രമാണ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. വേസ്റ്റാക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ നമ്മളെല്ലാം ദം ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ദം ചെയ്യുന്ന പോലെ ചോറിട്ട് മസാല അടിയിലിട്ട് അതിൻ്റെ മേലെ ചോറിട്ട് കുറച്ച് നെയ്യും അതേപോലെ മല്ലിച്ചപ്പ്, ഫ്രൈഡ് ഓനിയൻ, കിസ്മിസ്, കാഷ്യൂ അതൊക്കെ ഇട്ട് നമ്മൾ ലെയറായി ചോറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിച്ചിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ലെയറായിട്ടിട്ടു. അപ്പോൾ എനിക്ക് മല്ലിച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ചിലയാൾക്ക് ഇഷ്ടമില്ല, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് ഗീയും കൂടി ഇട്ട് പിന്നെ നമ്മൾ ലാസ്റ്റത്തെ ലെയറിൽ ഞാൻ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലാകുമ്പം നല്ല അടിപൊളിയായിട്ട് ദമ്മായി കിട്ടും. വിസിൽ ഊരിയിട്ടാണ് ദം ചെയ്തത്. അതിനിടയിൽ ഞാൻ പാത്രമൊക്കെ കഴുകി കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കി കുട്ടികളെ നോക്കാൻ പോയതാട്ടോ. ഇപ്പോൾ കുട്ടികളെ കാർട്ടൂൺ കാണുന്നുണ്ട്. ഈ ഫോൺ നെയ്പ്പത്തിൽ നിന്നുണ്ട് വിശന്നിട്ട് എല്ലാവരും കേക്ക് ഇറങ്ങാൻ പോയത്. അപ്പോൾ 5 ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് വന്നിട്ടുണ്ട്. ഷെസു ഇതേ നിലക്കുന്ന ഓരോ കളി കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക ക്ഷീണം പിടിച്ച നിലയിലായിട്ടുണ്ട്. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു 1-2 മണിക്കൂർ ശേഷമാണ് ഞാൻ ബിരിയാണീൻ്റെ ദമ്മ് തുറക്കുന്നത് കേട്ടോ. നമ്മളൊരു 20 മിനിറ്റ് ദം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ അവിടെ വെച്ചു. കുറച്ച് ദം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ വിസിൽ വെച്ച് ഇട്ട് കൊടുത്തു കേട്ടോ.
ഒരു 2 മണിയാകുമ്പോൾ ഞാൻ ദമ്മൊന്ന് തുറന്നപ്പോൾ നല്ല പോലെ ദമ്മായിട്ടുണ്ട് കേട്ടോ. കുക്കറിലാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ദമ്മായി കിട്ടും, എയറൊന്നും പോകാതെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ചോറെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചോറ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഉരുളിയിലേക്ക്. അപ്പോൾ മസാലയുടെ കളർ തന്നെ ഉണ്ട്, എക്സ്ട്രാ നമ്മൾ കളറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കുക്കറിൽ മസാലയുണ്ട്, അതൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് വിളമ്പിയാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചൂടോടെ ബിരിയാണി വിളമ്പലെന്ന് കേട്ടോ. കൂടെ നമ്മളെ ചള്ളാസും അതേപോലെ ബീട്രൂട്ട് ഡേറ്റ്സ് പിക്കിളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേപോലെ നിലത്തിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് തറവാട്ടിലേക്ക് പോകാൻ. അപ്പോൾ നിലത്തിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനും മക്കളെപ്പോൾ നിലത്തിരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. കാര്യം പറഞ്ഞാൽ ടേബിളൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ടേബിളൊന്നും യൂസ് ചെയ്യലേ ഇല്ല. ആരെങ്കിലും വരുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യൽ, അല്ലാത്ത പക്ഷം നമ്മൾ ഈ നിലത്തിങ്ങനെ ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. ബിരിയാണിക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, കുട്ടികളെല്ലാം കഴിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മളെ തറവാട്ടിലേക്ക് പോകാണ് കേട്ടോ. അപ്പം നമ്മൾ വഴിയൊക്കെ നല്ല പച്ചപ്പായിട്ടുണ്ട്. ആ വേനലെല്ലാം ഉണങ്ങിയതാണ്, മഴയൊന്ന് പെയ്താലും നല്ല എന്താ പറയുക പൂർവാധികം ശക്തിയോടെ എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ഫുൾ കാടായിട്ടുണ്ട്, നടവഴി മാത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അവരെല്ലാം ഉണ്ടായിരുന്നു, അവരെല്ലാം കണ്ടു. പിന്നെ അവരെല്ലാം അവരുടെ വീട്ടിലേക്കൊക്കെ പോയി. പെരുന്നാളല്ലേ, എല്ലാവരും ഒന്ന് കയറി ഇറങ്ങാൻ വേണ്ടി അവർ പോയി. ഇനി വൈകുന്നേരം ഞാനും എൻ്റെ കസിനും അതേപോലെ കുറച്ച് റിലേറ്റീവ്സൊക്കെ നമ്മളെ കുറച്ച് ദൂരെ ഉണ്ട് കുറച്ച് വീടുകൾ, അവരെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ സുഖമില്ലാത്തവരുണ്ട്, അവരെല്ലാം ഒന്ന് പോയി കാണാമെന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും കൂടി വൈകുന്നേരം ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ ഇത് റോഡ് സൈഡിലൊരു മരത്തിൽ ഇങ്ങനെ 2-3 കുരങ്ങന്മാർക്കുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് എന്നെ എടുത്തു എന്നുള്ളൂ. കുട്ടികളെല്ലാം കുരങ്ങനെ പേടിച്ചിട്ട് ഓടല കേട്ടോ. കുരങ്ങ് കമ്പൊക്കെ പൊട്ടി ചെറിയോന്നൊക്കെ അവർക്ക് പേടിയുണ്ട്. അപ്പോൾ മുമ്പ് പോകുന്നില്ല എൻ്റെ കസിനാണ് കേട്ടോ, കസിൻ്റെ മോളാണിത്, മിസ്രിയാണ്. മിസ്രിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അതെ, ആരിഫുണ്ട്, അഞ്ചുണ്ട്, എല്ലാവരും എന്താ പറയുക ഇങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോഴാണ് നമ്മളെല്ലാവരും ഒന്ന് ഒരുമിക്കുന്നത്. ഇടയ്ക്ക് നമ്മളിങ്ങനെ നടക്കും കേട്ടോ, എല്ലാവരും വീട്ടിലേക്ക് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് പോകും. കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വരും. ഇപ്പം കുറച്ച് ദൂരെയായത് നമ്മളങ്ങനെ പോക്കില്ല. ചെറുപ്പത്തിലൊക്കെ നമ്മളെല്ലാം എന്താ പറയുക നല്ല രസമായത് നമ്മളെ ചെറുപ്പക്കാരെന്നൊക്കെ പറയുന്നത്. ഞാൻ അവിടെയൊക്കെ പോയി അവരെല്ലാം കണ്ടു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഒരുപാട് ആളുണ്ടായിരുന്നു. ഇവരൊക്കെ കണ്ടു വന്ന് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോക്കാണ് കേട്ടോ. പോകുന്ന വഴിക്കിത് നമ്മളൊരു ചെറിയൊരു റബ്ബർ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. കാര്യമായിട്ട് വലിയ വിശേഷങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ നല്ല രീതിയിൽ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞു പോയി. വലിയ പെരുന്നാൾ അങ്ങനെ നല്ല രീതിയിൽ കടന്നുപോയി. അതിനിടയിൽ നമുക്ക് ഉദ്ഹിയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.